തൊടുപുഴ നഗരസഭാ ചെയർമാൻ സബീന ബിഞ്ചുവിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 35-അംഗ കൗൺസിലിൽ 18 പേർ പ്രമേയത്തെ അനുകൂലിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. 12-നെതിരെ 18 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത്. UDF-നൊപ്പം BJP-യിലെ ഒരു വിഭാഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. CPM അംഗമായ സബീന ബിഞ്ചു ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്തിട്ട് 6 മാസമായെങ്കിലും നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണെന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് UDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ഇന്ന് രാവിലെ 11:30-നാണ് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കായുള്ള യോഗം ചേർന്നത്. 2 മണിവരെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം വോട്ടിനിട്ടു. 35-അംഗ കൗൺസിലിൽ അവിശ്വാസം പാസ്സാകണമെങ്കിൽ 18 പേരുടെ പിന്തുണയായിരുന്നു ആവശ്യമായിരുന്നത്. UDF 14, LDF 12, BJP 8 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഒരു വാർഡിലെ കൗൺസിലറെ അയോഗ്യനാക്കിയിരിക്കുകയാണ്. അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്ന് കാട്ടി UDF-ഉം എതിർത്ത് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട LDF-ഉം ചർച്ചയും വോട്ടെടുപ്പും ബഹിഷ്കരിക്കണമെന്ന് കാട്ടി BJP-യും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു. ഇതിൽ LDF, UDF അംഗങ്ങൾ വിപ്പിനനുസരിച്ച് വോട്ട് ചെയ്തപ്പോൾ BJP-യിലെ 4 അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് UDF-ന്റെ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇതോടെയാണ് വോട്ട് രേഖപ്പെടുത്തിയ 30-ൽ 18 പേരുടെ പിന്തുണയോടെ അവിശ്വാസം പാസ്സായത്. BJP UDF അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെയും ഉണ്ടായതെന്ന് സബീന ബിഞ്ചു പ്രതികരിച്ചു. നഗരസഭയിൽ ലൈറ്റ് ഇടുന്നില്ല, 2024-2025 വാർഷിക പദ്ധതി പൂർത്തീകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് അവിശ്വാസം മുന്നോട്ട് വെച്ചത്. എന്നാൽ താൻ സ്ഥാനമേൽക്കുമ്പോൾ 15% മാത്രമായിരുന്ന എക്സ്പെൻഡിച്ചർ ഈ നാളുകൾ കൊണ്ട് 52% എത്തിക്കുവാൻ കഴിഞ്ഞെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഉള്ളതാണല്ലോ BJP-യുടെ UDF-ന്റെ ആവശ്യത്തെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെയും അത് അങ്ങനെ തന്നെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ അവർ കൊടുത്തിരുന്നത് ഞാൻ നഗരസഭയിലെ ലൈറ്റ് ഇടുന്നില്ല, 24-25 വാർഷിക പദ്ധതി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് എക്കാലവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് തന്നെയാണ് പോകുന്നത്. ഞാൻ കയറുന്ന സമയത്ത് 18% ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ ഇപ്പോൾ 52% എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഇടുന്നില്ല എന്നുള്ളൊരു കാരണം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2011 ലൈറ്റ് ഇന്ന് വരെ 17 വാർഡുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധീനപ്പെടാതെ തന്നെയാണ് ഇട്ടത്. സബീന ബിഞ്ചു സ്ഥാനമേറ്റതിനു ശേഷം വികസന പ്രവർത്തനങ്ങൾ 10 വർഷം പുറകോട്ട് പോയി എന്നും അതിന്റെ പ്രതിഷേധമാണ് അവിശ്വാസം പാസ്സാകാൻ കാരണമെന്നും UDF ഒറ്റക്കെട്ടായി നിന്നെടുത്ത തീരുമാനമാണെന്നും K. ദീപക് പ്രതികരിച്ചു. സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നത് പോലെ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ചില സ്വതന്ത്ര ആളുകളെ ഒക്കെ കൂട്ടുപിടിച്ച് അവരെയൊക്കെ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് എങ്ങനെയും അധികാരം പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ട് പോയത്. അതിന്റെ തുടക്കം അങ്ങനെയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് അവര് ഓരോ രീതിയിലുള്ള മാർഗങ്ങളുമായി സ്വീകരിച്ച് മുമ്പോട്ട് പോയി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UDF-ലെ വികാരപരമായ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായി. അതല്ലാതെ അത് ഇടതുപക്ഷത്തിനെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ലക്ഷ്യം വെച്ചല്ല. ഇതിനകത്തുണ്ടായ ചില വികാരപരമായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതിന്റെ തിരുത്തലാണ് ഞങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത്. UDF ഒറ്റക്കെട്ടായി കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണിത്. ഇതിനകത്ത് UDF-ല് സംസ്ഥാന നേതൃത്വത്തിന് ഞങ്ങൾ ഈ ചെയർമാൻഷിപ്പിന്റെ വിഷയം സംബന്ധിച്ച് വിട്ടിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയം സംബന്ധിച്ചുള്ള കാര്യം വിട്ടിരിക്കുകയാണ്. അത് UDF-ന്റെ സംസ്ഥാന നേതൃത്വം അതിന് ഉചിതമായ തീരുമാനം എടുത്ത് അറിയിക്കും. ആ തീരുമാനം എന്താണോ ആ തീരുമാനത്തെ UDF-ന്റെ 14 കൗൺസിലർമാരും ഐകകണ്ഠേന അംഗീകരിക്കും. LDF-നെയും UDF-നെയും പിന്തുണയ്ക്കേണ്ട എന്ന BJP നേതൃത്വത്തിന്റെ നയമനുസരിച്ചാണ് അവിശ്വാസ ചർച്ചയിൽ നിന്നും വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നതെന്നും എന്നാൽ തൊടുപുഴയിലെ ചില BJP കൗൺസിലർമാരുടെ വ്യക്തി താൽപര്യത്തിനനുസരിച്ച് വിപ്പ് ലംഘിച്ചുവെന്ന് BJP കൗൺസിലർമാരായ PG രാജശേഖരൻ, ശ്രീലക്ഷ്മി, ജയലക്ഷ്മി ഗോപൻ എന്നിവർ പ്രതികരിച്ചു. BJP-യുടെ നയം LDF-നെയും UDF-നെയും പിന്തുണയ്ക്കേണ്ട എന്നാണ്. അത് ഈ തൊടുപുഴയിലെ ചില BJP കൗൺസിലർമാരുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ചെയർപേഴ്സണെതിരെ നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ഭൂരിപക്ഷം കൗൺസിലർമാരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും കോർ കമ്മിറ്റി യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു നയം മാത്രമേ ഉള്ളൂ, അത് UDF-നൊപ്പവും LDF-നൊപ്പവുമല്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണെന്ന് പറഞ്ഞു. തുടർന്ന് വീണ്ടും നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇത് തന്നെ ആവർത്തിച്ചു. അതനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ പ്രസിഡന്റ് 8 പേർക്കും വോട്ടെടുപ്പിൽ നിന്നും അതോടൊപ്പം നടക്കുന്ന ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിപ്പ് തന്നിട്ടുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ 3 കൗൺസിലർമാർ മാത്രമാണ് പാർട്ടിയുടെ നിർദ്ദേശവും പാർട്ടിയുടെ തീരുമാനവും പാലിച്ചിട്ടുള്ളത്.
എന്നാൽ കാഞ്ഞിരമറ്റം മേഖലയിലെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ന്യൂനപക്ഷമായ കൗൺസിൽ അധികാരത്തിൽ താഴെ വരണമെന്ന ബോധ്യത്തിലാണ് അവിശ്വാസത്തിന് വോട്ട് ചെയ്തതെന്ന നിലപാടാണ് കൗൺസിലർമാരായ TS രാജൻ, ജിതേഷ് C, കവിത വേണു എന്നിവർ എടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ന്യൂനപക്ഷമായ ഈ കൗൺസിൽ അധികാരത്തിൽ നിന്ന് താഴെ വരണം. ഒരു CPM-ന്റെ ഭരണസമിതിയെ നിലനിർത്തേണ്ട ചുമതല ഞങ്ങൾക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 18 അംഗങ്ങൾ മതി ഈ ഭരണം പോകുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 12-നെതിരെ UDF-ന്റെ 14 പേരും ഞങ്ങൾ 4 പേരും അങ്ങനെ 18 പേരുടെ അംഗബലത്തോടു കൂടിയിട്ടാണ് CPM-ന്റെ ഭരണം ഇവിടെ തൊടുപുഴയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. UDF-ലെ പടലപ്പിണക്കം മൂലം അധികാരത്തിലെത്തിയ സബീന ബിഞ്ചു പുറത്താകുന്നത് മറ്റൊരു പാർട്ടിക്കുള്ളിലെ വിപ്പിന് വിരുദ്ധമായിട്ടാണ്. വിപ്പ് ലംഘനം വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകുവാനും BJP കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കുവാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്.